ഇന്ന് തമിഴ്നാട്ടിൽ ടി വിക്ക് അധികാരമേറ്റിട്ട് അവരുടെ ആദ്യത്തെ ബജറ്റ് നടന്നിരിക്കുകയാണ്. അതിൽ അവരുടെ ബജറ്റിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് നടത്തിയ പ്രഖ്യാപനം കേട്ട് നെഞ്ചു പിടഞ്ഞാണ് ഓരോ മലയാളിയും നിൽക്കുന്നത്. അതായത് അവർ പറഞ്ഞിരിക്കുകയാണ്, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന്. നമ്മൾ അണ്ണ അണ്ണ എന്ന് വിളിച്ച് നെഞ്ചിലേറ്റിയ വിജയ് ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് തെളിയിച്ചു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കയറിയാൽ പിന്നെ മലയാളികളുടെ ജീവൻ അവിടെ ഒരു വിലയും ഇല്ലെന്ന്. CM വിജയ്, നിങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ വെള്ളം വേണം, അത് കൊടുക്കാൻ കേരളത്തിന് ഒരു മടിയുമില്ല. പക്ഷെ ആ വെള്ളം തേടി നിങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് 125 കൊല്ലത്തിലധികം പഴക്കമുള്ള സുർക്കി മിശ്രിതം കൊണ്ടുണ്ടാക്കിയ ഒരു പഴഞ്ചൻ ഡാമിനെയാണ്. നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ ഡാമിലെ ജലനിരപ്പ് ഇനിയും ഉയർത്തിയാൽ ഇവിടെ അമർന്നു പോകുന്നത് ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 5 ജില്ലകളും 45 ലക്ഷത്തിലധികം മനുഷ്യരുടെ ശ്വാസവുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, മഴ പെയ്ത വെള്ളം കയറുന്ന, ഇടയ്ക്കിടെ ഉരുൾപൊട്ടുന്ന നമ്മുടെ നാട്ടിൽ ഈ പഴകിയ ഡാമിൽ ജലനിരപ്പ് കൂടിയാൽ എന്താണ് സംഭവിക്കുക? ഡാമിന്റെ വശങ്ങളിൽ വെള്ളത്തിന്റെ അമർത്തൽ ഇരട്ടിയാകും, അതായത് അതിലേക്കുള്ള പ്രഷർ. ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ താഴെയുള്ള മനുഷ്യർക്ക് ജീവനം കൊണ്ട് ഓടാൻ പോലും സമയം കിട്ടില്ല. തമിഴ്നാട്ടിലെ വോട്ട് ബാങ്കിന് വേണ്ടി ഞങ്ങളുടെ ജീവൻ വെച്ച് പന്താടാൻ ആരെയും ഞങ്ങൾ സമ്മതിക്കില്ല. നമുക്ക് ഒറ്റ ആവശ്യമുള്ളൂ, തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. അതിനൊരൊറ്റ വഴിയുള്ളൂ, പുതിയ ഡാം പണിയാ. അല്ലാതെ അനാവശ്യമായിട്ട് ജലനിരപ്പ് ഉയർത്തി ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട. ഇല്ലെങ്കിൽ കേരളം ചാവും, തമിഴ്നാടും ചാവും. കേരളം വെള്ളം കുടിച്ചും തമിഴ്നാട് വെള്ളം കിട്ടാണ്ട്, അത്രേ ഉള്ളൂ. ഇതിന് മറുപടി പറയാൻ നമ്മുടെ രാഷ്ട്രീയക്കാരും സർക്കാരും മുന്നോട്ട് വന്നേ പറ്റൂ. നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനങ്ങളുടെ ജീവനാണ് പ്രധാനം. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തമിഴ്നാട് മുഖ്യമന്ത്രിയോട് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.